ഞങ്ങളിപ്പോൾ എനിക്കും വാശിക്കും ഫ്ലൂ വാക്സിൻ എടുക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. ഇനി ഫ്ലൂ വാക്സിനെ കുറിച്ച് ഞങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു ഓപ്ഷണൽ വാക്സിൻ ആണ്. 6 മാസം മുതൽ 60 വയസ്സുള്ള എല്ലാവർക്കും എടുക്കാം. 6 months to 8 years ആണ് കിഡ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ എല്ലാ കുട്ടികൾക്കും ഇത് ആവശ്യമില്ല. അഡിനോയിഡ്, അലർജി, ഫ്രീക്വൻ്റ് ആയിട്ട് ജലദോഷം, ചെസ്റ്റ് ഇൻഫെക്ഷൻ, മന്ത്ലി ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരുന്ന കുട്ടികൾ, ഇൻഹേലർ യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഫ്രീക്വൻ്റ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വേണ്ടി വരുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് മെയിനായിട്ട് ഫ്ലൂ വാക്സിൻ എടുക്കാൻ പറയുന്നത്. ഇനി അടുത്ത കാര്യം, 6 മാസത്തിനും 8 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ആദ്യമായിട്ട് ഈ വാക്സിൻ എടുക്കുമ്പോൾ സിംഗിൾ ഡോസ് എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് എടുക്കണം. അത് കഴിഞ്ഞ് ഓരോ വർഷവും എടുക്കണം. എന്തിനാണ് എല്ലാ വർഷവും എടുക്കുന്നതെന്ന് ചോദിച്ചാൽ 300 to 400 ഡേയ്സ് കഴിയുമ്പോൾ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ജനറ്റിക് ഘടനയിൽ മാറ്റം വരും. അപ്പോൾ പഴയ വാക്സിൻ ചിലപ്പോൾ വർക്കാവില്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും എടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു മെയിൻ ഡൗട്ടാണ്, യൂഷ്വലി ബാക്ടീരിയൽ ന്യൂമോണിയ ആയിട്ടാണ് അഡ്മിറ്റ് ആകുന്നത്. അതിന് ആൻറ്റിബയോട്ടിക്സ് അല്ലേ എടുക്കുന്നത്. പക്ഷേ ഇൻഫ്ലുവൻസ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലേ, പിന്നെ എന്തിന് ഈ വാക്സിൻ എന്ന്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ന്യൂമോണിയ ആദ്യം വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് തുടങ്ങി കഫക്കെട്ടായിട്ട് ലങ്സിനെ വീക്കാക്കും. ഈ വീക്ക് ലങ്സ് ബാക്ടീരിയയെ ഇൻവൈറ്റ് ചെയ്ത് ന്യൂമോണിയയിലേക്ക് മാറ്റും. സോ അത് തടയാൻ ഏറ്റവും നല്ലത് ഈ വാക്സിൻ എടുത്തിട്ട് ഇൻഫ്ലുവൻസ വരാതിരിക്കാൻ മാക്സിമം നോക്കുകയാണ്. നൗ when to take. This is a pre-monsoon vaccine. മഴ തുടങ്ങുന്നതിന് മിനിമം 2 ആഴ്ച മുന്നെയെങ്കിലും എടുക്കണം. നമ്മുടെ നാട്ടിൽ ജൂൺ ജൂലൈ ആവുമ്പോൾ മഴ തുടങ്ങും. സോ ബെസ്റ്റ് ടൈം ഇസ് മാർച്ച് ലാസ്റ്റ് ടു ഏപ്രിൽ മിഡിന് ഉള്ളിൽ ഈ വാക്സിൻ എടുക്കുക. അപ്പോൾ ഇനി ഞങ്ങളുടെ വാക്സിൻ വിശേഷങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ഉള്ള ഒരാളായിരുന്നു ഞാൻ. ലാസ്റ്റ് ഇയർ വാക്സിൻ എടുത്തതിനു ശേഷം കുറച്ച് ബെറ്ററാണ്. മന്ത്ലി ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരുന്നില്ല. ജലദോഷം വന്നാലും സിവിയർ ആവാതെ മാറും. എനിക്ക് 8 ഇയേഴ്സ് കഴിഞ്ഞിരുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷം 1 ഡോസാണ് എടുത്തത്. വാവച്ച് സ്കൂളിൽ പോയി തുടങ്ങുന്നത് കൊണ്ട് അവക്കും എടുക്കാമെന്ന് കരുതി. അവക്ക് കഴിഞ്ഞ മാസം ഫസ്റ്റ് ഡോസ് എടുത്തു. ഇന്ന് അവക്ക് സെക്കൻഡ് ഡോസ് എൻ്റെ വാക്സിൻ എടുക്കാനാണ് വന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാവരുടെ ഹെൽത്തും ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളുടെ ഡോക്ടർ എന്ത് പറയുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എവിടെയാണ് കുത്തിയത്? അവിടെയാണോ വേദനിച്ചാ? ഹോളുണ്ടോ അവിടെ? അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോയിൽ. ഓക്കെ, ബൈ.